നമസ്കാരം. ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമായി തുടരവേ പുതിയ വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തങ്ങൾ ഇതിനോടകം ഹമാസിൻ്റെ 150ഓളം തുരങ്കങ്ങൾ തകർത്തതായി അദ്ദേഹം വെളിപ്പെടുത്തി. സൈന്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് യോവ് ഗാലന്റ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഈ തുരങ്കങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുന്നതോടുകൂടി ഹമാസിൻ്റെ ഗാസയിലെ പ്രവർത്തനങ്ങളും ഏതാണ്ട് അവസാനിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ തുരങ്കങ്ങൾക്കുള്ളിലാണോ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നത് എന്ന സംശയവും ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ വ്യാപകമായി പരിശോധനയും ആക്രമണവും ഇപ്പോഴും തുടരുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം 30ഓളം ഗാസ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ മേഖലയിൽ തന്നെയുള്ള ഒരു സ്കൂൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ഈ സ്കൂളും നേരത്തെ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ്. ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഹമാസ് തീവ്രവാദികൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, ഇവിടെ നിരവധി തുരങ്കങ്ങൾ ഈ സ്കൂളിനുള്ളിലുള്ളതായും അവർ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തകർത്ത 150ഓളം തുരങ്കങ്ങളിൽ ഈ തുരങ്കങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അവസാന പോരാട്ടമായി ഒരുപക്ഷെ മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. യോവ് ഗാലന്റ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ശക്തമായ തോതിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ ആഞ്ഞടിക്കുക. അതിൻ്റെ കൂടി സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 30ഓളം ഹമാസ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തത്. മാത്രമല്ല, ഹിസ്ബുള്ള തീവ്രവാദികളെയും ഇപ്പോൾ ഇസ്രായേൽ വളരെ കർശനമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. എന്നാൽ ഹൂതി മതരാകട്ടെ അമേരിക്കയുടെ നാവികസേന ഗൾഫ് മേഖലയിൽ അവരുടെ വരവ് ശക്തമാക്കിയതോടുകൂടി ഇപ്പോൾ ആക്രമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഗൾഫ് മേഖലയിലേക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ എത്തിയിട്ടുണ്ട്. ഇതൊരു വിമാനവാഹിനി കപ്പൽ എന്ന നിലയിൽ എവിടെ നിന്നുള്ള ആക്രമണങ്ങളും തടയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ കപ്പലിന് ഉണ്ട്. മാത്രമല്ല, F-15 F-35 വിഭാഗത്തിൽപ്പെട്ട നിരവധി വിമാനങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇസ്രായേലിന് പൂർണ്ണമായ സംരക്ഷണമാണ് ഇതിലൂടെ അമേരിക്ക ഉറപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ച അവിടുത്തെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ അമേരിക്കയുടെ എല്ലാവിധ പ്രതിരോധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നേരത്തെ അമേരിക്ക പലവട്ടം ഹമാസിനോട് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അനുസരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവരതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. തങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന രീതിയിലൊക്കെയാണ് ഇതിനോട് ഹമാസ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഹമാസുമായി ചർച്ചയ്ക്കില്ല, ഇത് അവസാന ചർച്ചയാണ് എന്നും ആൻ്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി ചർച്ചയില്ല, ഒത്തുതീർപ്പ് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനർത്ഥം ഇനി അങ്ങോട്ട് ആക്രമണം തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ്.